എതിരാണ് ചെയ്തത് എന്നു വന്നാൽ അന്ന് വിളിക്കപ്പെടും നീ നന്ദി കെട്ടവനെന്ന്. വഴി അറിയുവാനിരുമാർഗമാ പറയുന്നത്, ദീനിൻ്റെ അറിവും ചിന്തയും തന്നാണത്. നിഅമത്ത് നിഅമത്തെന്ന് നീ അറിയേണ്ടതാ, അറിഞ്ഞാലുടൻ തന്നതിന് ശുക്റും വേണ്ടതാ. എന്നാൽ അതെല്ലാം ഭദ്രമായി ബന്ധിച്ചതാ, നശിക്കാതെ തന്നെ നിനക്കതും സ്ഥിരപ്പെട്ടതാ. ഹികമിൽ ഇതേ തത്വം വിളിച്ചുണർത്തുന്നിതാ, 45 വ്യക്തമായി പറയുന്നതാ. ഇതുകൊണ്ട് നിഅമത്തും അടിക്കടി കേറ്റമാ എന്നുള്ളതും നീ നോക്ക് ഖുർആൻ വ്യക്തമാ. നിഅമത്തിനെല്ലാം നന്ദി ചെയ്താൽ ഹാരമാ, എതിരായിരുന്നാൽ പിന്നെ ശൃംഖല ഭാരമാ. നാക്കിൻ്റെ ശുക്റിൽ മാത്രമായി നിറുത്തല്ലേ, പുതപ്പിൻ്റെ തുഞ്ചം കൊണ്ട് മതിയാക്കല്ലേ. തണുപ്പിൻ്റെ ശമനത്തിനതെല്ലാം വേണ്ടതാ എന്നുള്ളതും മറക്കാതെ തന്നോർക്കേണ്ടതാ. ഖൽബും ലിസാനും മറ്റ് അവയവമൊക്കെയും ചെയ്യേണ്ടതാണ് അല്ലാഹുവിനായി നന്ദിയും. നിഅമത്ത് റബ്ബ ചെയ്തതെന്നറിയേണ്ടതാ, ഖൽബിൻ്റെ ശുക്റത് കൊണ്ട് വന്നെത്തുന്നതാ. അള്ളാഹു തന്നിത് വ്യക്തമായി പറയുന്നതാ, നഹൽ എന്ന സൂറത്തോതിയാൽ കാണുന്നതാ. നാക്കിൻ്റെ ശുക്റാൻ അവന് സ്തോത്രം ചെയ്യലും, നിഅമത്തിനെ സ്പർശിച്ച് സംസാരിക്കലും. പറയുന്നു റബ്ബിതുപോലവൻ്റെ കലാമതിൽ നോക്കാം സുഹൃത്തേ, വദ്ദുഹാ സൂറത്തതിൽ. സന്മാർഗപാതയിൽ മാത്രമായി ചലിപ്പിക്കണം, അതുതന്നെ അവയവത്തിൻ്റെ ശുക്റെന്നറിയണം.